ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു ക്രാഷ് കോഴ്സ് സീരീസ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം നമുക്ക് മിനിമം ടൈമിനുള്ളിൽ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത് ഓൾറെഡി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ വീഡിയോസ് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ്, കോണിക് സെക്ഷൻസ്, മിസ്ലേനിയസ് കർവ്സ്. ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ പ്ലെയിൻ ബൗണ്ടഡ് ബൈ മോർ ദാൻ 4 ഈക്വൽ സ്ട്രേറ്റ് ലൈൻസ് ആൻഡ് കണ്ടെയ്നിങ് മോർ ദാൻ 4 ഈക്വൽ ആംഗിൾസ് ആർ കോൾഡ് ആസ്. നമുക്കറിയാം 4ൽ കൂടുതൽ സൈഡ്സ് ഉള്ള പ്ലെയിൻ ഫിഗേഴ്സിനെ പറയുന്ന പേരാണ് പോളിഗൺ. പക്ഷേ അവരുടെ ആംഗിൾസും ലൈൻസും എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് റെഗുലർ പോളിഗൺ. സോ ആൻസർ ഇസ് റെഗുലർ പോളിഗൺ. The diameter of a circle is the line passing through the center, the chord of a circle, the longest chord of a circle. Diameter of a circle എന്ന് പറയുന്നത് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലോങ്സ്റ്റ് ആയിട്ടുള്ള കോഡാണ്. സോ the option is all of this. Next one is the path traced by a ball thrown up in the air reaches the maximum height and travel a horizontal distance. നമ്മൾ മേലേക്ക് എറിയുന്ന ഒരു സ്റ്റോണ് ട്രേസ് ചെയ്യുന്ന പാത്ത് അല്ലെങ്കിൽ പ്രൊജക്ടൈൽ ഏതാണ്? ദ ആൻസർ ഇസ് പാരബോള. എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എലോങ് എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു സർക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, റോൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിന്റ് ട്രേസ് ചെയ്യുന്ന പാത്തിൻ്റെ പേര് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സൈക്ലോയിഡ്. Which one of the following are the examples of parallelogram? പാരലോഗ്രത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഹാവ് എ പെയർ ഓഫ് പാരലൽ സൈഡ്സ് ആൻഡ് പെയർ ഓഫ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ്. സ്ക്വയർ, റെക്ടാങ്കിൾ, റോംബസ്, all of this ആണ് ഇതിന് ആൻസർ. നെയിം ദ കോണിക് സെക്ഷൻ ഹാവിംഗ് ഇ ഈക്വൽ ടു 1. ഇ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ആണ്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഓൺ ദ കർവ് ഫ്രം ദ ഫോക്കസ് to the distance of the point from the directrix. ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പി ആണ് പോയിന്റ് എങ്കിൽ എഫ് ഫോക്കസ്, ഡി ഡയറക്ട്രിക്സിലെ പോയിന്റും ആണെന്നുണ്ടെങ്കിൽ പി എഫ് ഡിവൈഡഡ് ബൈ പി ഇ ആണ് ഇ അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി. എലിപ്സ് ആണെങ്കിൽ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1, പാരബോള എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 1, ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1. സോ ഇവിടുത്തെ ആൻസർ എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 1, സോ പാരബോള. When a cone is cut by a plane inclined to the axis and cuts all the generators on the one side of the apex is called. ഇതാണ് അപ്പെക്സ്, ഇത് ആക്സിസ്. ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലെയിൻ വരികയും അതുപോലെ എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന ഫിഗറിന് പറയുന്ന പേര് അല്ലെങ്കിൽ കോണിക് സെക്ഷൻ ഇറ്റ് ഈസ് എലിപ്സ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം കോണിൻ്റെ ആക്സിസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ വരുന്നതെങ്കിൽ സർക്കിൾ ഫോം ചെയ്യും. ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ വരുന്നതെങ്കിൽ എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുന്നുവെങ്കിൽ അവിടെ എലിപ്സ് ഫോം ചെയ്യും. അതുപോലെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടും ഏതെങ്കിലും ജനറേറ്റേഴ്സിലൂടെ പാരലലായിട്ടും പോവുകയും അതുപോലെ ബേസിനെ കട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്ലെയിൻ ആണെങ്കിൽ ഫോം ചെയ്യുന്നത് പാരബോള ആയിരിക്കും. ആക്സിസിന് പാരലലായിട്ട് കട്ടിംഗ് പ്ലെയിൻ വരികയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് ഹൈപ്പർബോള ആയിരിക്കും. If we cut a cone by a plane, the section obtained by the plane of intersection is. നമ്മൾ നേരത്തെ കണ്ട എലിപ്സ്, പാരബോള, ഹൈപ്പർബോള എല്ലാം എന്താണ്? ദേ ആർ കോണിക് സെക്ഷൻസ്. അതായത് ഒരു കോണിന് ഒരു കട്ടിംഗ് പ്ലെയിൻ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് സെക്ഷൻസിനെ പറയുന്ന പേര് കോണിക് സെക്ഷൻസ്. A straight line is defined as a dash of a point moving linearly. Locus of a point linearly. ലോക്കസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഒരു പ്ലെയിനിൽ ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിനെ പറയുന്ന പേരാണ് ലോക്കസ്. ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദ ഇന്റേണൽ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ ഈസ്. പെൻറ്റഗണിൻ്റെ ഇന്റേണൽ ആംഗിൾ 108 ഡിഗ്രി. ദ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ ഡെക്കാഗൺ. ഡെക്കാഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 സൈഡ്സ് ആണ്. സം ഓഫ് ദി ഇന്റീരിയർ ആംഗിളിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 ഇൻറ്റു 180 ഡിഗ്രി അല്ലെങ്കിൽ 2n-2 ഇൻറ്റു 90 ഡിഗ്രി. ഇത് രണ്ടുമാണ്. അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. സോ ഇതിനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 8 ഇൻറ്റു 180 ഡിഗ്രി. സോ ദ ആൻസർ ഇസ് 1146
0. Duodecagon have how many sides? Decagon നമ്മൾ ഓൾറെഡി പറഞ്ഞു 10 ആണ്. Duodecagon എന്ന് പറയുന്നത് 2. So 10 plus 2 it have 12 sides. Next question. Irregular solids having 6 square faces. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ടാണ് ഓൾറെഡി ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്യൂബ് ആണ്. ഇറ്റ് ഈസ് എ റെഗുലർ സോളിഡ് ഹാവിംഗ് 6 square faces. 4-sided figure having no parallel sides. Parallel sides ഇല്ലാത്ത 4-sided figure. സ്ക്വയർ അല്ല. ട്രപ്പീസിയം ഹാവ് എ പാരലൽ സൈഡ്സ്. റോംബസിനും പാരലൽ സൈഡ്സ് ഉണ്ട്. സോ ദ ആൻസർ ഇസ് ട്രപ്പിസോയിഡ് ആണ്. ട്രപ്പിസോയിഡ് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. 4-sided ഫിഗർ ആണ്. അതിന് പാരലൽ ആയിട്ടുള്ള സൈഡ്സ് ഒന്നും ഇല്ല. A curve is commonly used in screw heads, spring, spiral staircases, etc. are helix, involute, logarithmic spiral, cycloid. Answer is helix. Rectilinear figure having more than 5 sides. 5 sidesനേക്കാളും കൂടുതലുള്ള rectilinear figure ഏതാണ്? Polygon, trapezium, rhombus, quadrilateral. The answer is polygon. Solid generated by revolution of a right angled triangle about one of the perpendicular sides which is fixed. ഈ perpendicular സൈഡിന് about ആയിട്ട് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്നത് സോളിഡ് ഫിഗർ എന്ന് പറയുന്നത് ഒരു റൈറ്റ് സർക്കുലർ കോൺ ആയിരിക്കും. സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ. ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കുന്നത് n-2 ഇൻറ്റു 180 ഡിഗ്രി അല്ലെങ്കിൽ 2n-4 ഇൻറ്റു 90 ഡിഗ്രിയാണ്. 2n-4 ഇൻറ്റു 90 ഡിഗ്രി. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 590 ആണ്. പെൻറ്റഗണിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടതാണ്. ഫോർ ആൻ octagonal plot, the sum of the interior angle is same equation n-2 into 180 degree. അതായത് 8-2 into 180, that is 6 into 180 degree. So answer is 1080. The path of a point which moves in a space is called as, already പറഞ്ഞു, it is locus of a point. When a section is inclined to the axis and is parallel to one of its generators. കോണിനെ നമ്മളൊരു സെക്ഷൻ വെച്ച് കട്ട് ചെയ്യുകയാണ്. ആ സെക്ഷൻ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് വൺ ഓഫ് ദി ജനറേറ്റേഴ്സിന് പാരലായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന കോണിക് സെക്ഷനാണ് പാരബോള. ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് ഇറ്റ് ഈസ് പാരബോള. നെയിം ദ റെഗുലർ പോളിഗൺ ഹാവിംഗ് 6 equal sides. പോളിഗൺ ഹാവിംഗ് 6 equal sides. ഈക്വൽ സൈഡ്സ് ഉള്ളതിനെ റെഗുലർ പോളിഗൺസ് എന്ന് പറയും. 6 sides ആയതുകൊണ്ട് ഇറ്റ് ഈസ് റെഗുലർ ഹെക്സഗൺ. ദ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ആൻ ആർക്ക്. ഒരു ആർക്കിനെ ജോയിൻ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നു. അങ്ങനെ വരുന്ന സെക്ഷനെ പറയുന്ന പേരാണ് എ സെഗ്മെന്റ്. സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആർക്ക് അതിനെ ജോയിൻ ചെയ്ത് സർക്കിളിന്റെ സെന്ററുമായി ജോയിൻ ചെയ്തുകൊണ്ട് 2 റേഡിയസ്, അതിനെ പറയുന്ന പേരാണ് സെക്ടർ. ദ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദ ഫോക്കി ആൻഡ് ടെർമിനേറ്റഡ് ബൈ ആൻ എലിപ്സ്. എലിപ്സിൽ തന്നെ ഇവിടെ വരും 2 ഫോക്കയിലൂടെ പാസ് ചെയ്യുന്നതും എലിപ്സിൽ എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ലൈനിനെ പറയുന്ന പേര് മേജർ ആക്സിസ്. ലൈൻ ഡിസ്ക്രൈബ്ഡ് ബൈ എ പോയിന്റ് മൂവിങ് ഇൻ എ പ്ലെയിൻ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് ആസ്. അതായത് വേറൊരു രീതിയിൽ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. ലോക്കസ് ഓഫ് എ പോയിന്റ് ദാറ്റ് ഈസ് മൂവിങ് അറ്റ് എ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് ആസ് ഒരു സർക്കിളാണ് ആൻസർ. The spiral curve traced by a point on a taut cord unwinding from around a circle. സർക്കിൾ അല്ലെങ്കിൽ സിലിണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സർക്കിൾ അല്ലെങ്കിൽ സിലിണ്ടറിൽ ടൈറ്റായിട്ട് കെട്ടിയിരിക്കുന്ന ഒരു വയർ അല്ലെങ്കിൽ കോഡിനെ നമ്മൾ അൺവൈൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ദ ഇൻവല്യൂട്ട്. ദ സെൻറ്റർ ഓഫ് ദ സൂപ്പർസ്ക്രൈബ്ഡ് സർക്കിൾ ഈസ് കോൾഡ് ആസ്. സൂപ്പർസ്ക്രൈബ്ഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോളിഗൺ ഉണ്ട്, എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ ട്രയാങ്കിളാണ് എടുത്തിരിക്കുന്നത്. ട്രയാങ്കിളിൻ്റെ എൻഡ്സിനെ എല്ലാം കൂടി ടച്ച് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്യാൻ പറ്റുന്ന സർക്കിളിനെ പറയുന്ന പേരാണ് സൂപ്പർസ്ക്രൈബ്ഡ് സർക്കിൾ. അതിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേര് സർക്കം സർക്കിൾ. ഇൻ കേസ് നമ്മുടെ പോളിഗണിന് ഉള്ളിലാണ് സർക്കിൾ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻ സർക്കിൾ. ഇതിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേരാണ് ഇൻ സെൻറ്റർ.
When the locus of a point moving in a plane in such a way that the ratio of the distance from the focus to the distance from the directrix is constant and greater than 1. Greater than 1 ആണെന്നുണ്ടെങ്കിൽ അതായത് ഇത് ഡയറക്ട്രിക്സിൽ നിന്നുള്ള PF divided by PT ratio greater than 1 ആണെന്നുണ്ടെങ്കിൽ it is a hyperbola. The revolution of a semicircle about its diameter as an axis and the solid generated will be. ഒരു സെമി സർക്കിൾ അതിൻ്റെ ഡയമീറ്ററിന് എബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന സോളിഡ് ഒരു സ്പിയർ ആയിരിക്കും. Eccentricity is always dash for an ellipse or less than 1 for an ellipse. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. Polygon having 4 equal sides, the opposite sides are parallel but the adjacent sides are not perpendicular. അങ്ങനെ ഓപ്ഷനിൽ നിന്ന് നോക്കാം. സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ അല്ല, പാരലോഗ്രാം അല്ല, ഇറ്റ് ഈസ് എ റോംബസ്. അഡ്ജസൻറ്റ് സൈഡ്സ് നോട്ട് പെർപെൻഡിക്കുലർ ആവണം. അങ്ങനെ ആണെങ്കിൽ റോംബസ് മാത്രമേ ഓപ്ഷനിൽ നിന്ന് പറ്റൂ. The solid bound by planes are called as. പ്ലെയിൻസ് ബൗണ്ട് ചെയ്തിരിക്കുന്ന സോളിഡിന് പറയുന്ന പേര് പ്രിസം, പിരമിഡ്, പോളിഹെഡ്ര, പോളിഗൺ. പോളിഹെഡ്രയാണ് പ്ലെയിൻസ് കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന സോളിഡിൻ്റെ പേര്. പോളിഹെഡ്രയ്ക്കകത്ത് വരുന്നതാണ് പ്രിസം, പിരമിഡ്, അതൊക്കെ. പോളിഗൺ എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് സോളിഡ്, ദേ ആർ പ്ലെയിൻ ഫിഗേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The part of a circle bounded by an arc and its chord is called as. അതായത് ഈ പോർഷനെ പറയുന്ന പേരെന്താണ്? It is the segment. When a cone is cut by a plane inclined to the base but not passing through the base and the portion obtained by removing the part containing the apex. Apex ഉള്ള പാർട്ടിനെ നമ്മൾ റിമൂവ് ചെയ്താൽ ബാക്കി കിട്ടുന്ന പാർട്ടിനെ പറയുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ട്രങ്കേറ്റഡ് കോൺ. ഫ്രസ്റ്റം ഓഫ് എ കോണും ട്രങ്കേറ്റഡ് കോണും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്രസ്റ്റം ഓഫ് എ കോണിന് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്ത ബാക്കി പോർഷന് പറയുന്ന പേരാണ് ഫ്രസ്റ്റം ഓഫ് എ കോൺ. ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പെക്സ് മാറ്റിയിട്ട് ബാക്കി കിട്ടുന്ന പോർഷൻ ഈസ് ട്രങ്കേറ്റഡ് കോൺ. ഇനി ഫ്രസ്റ്റം ഓഫ് എ കോണിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നോക്കാം. റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ഫ്രസ്റ്റം ഓഫ് എ കോൺ. ഇറ്റ് ഈസ് 1/3 πh ഇൻറ്റു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് r1 ഇൻറ്റു r2. നമുക്കറിയാം വോളിയം ഓഫ് എ കോൺ എന്ന് പറയുന്നത് 1/3 πr സ്ക്വയർ h ആണ്. അതുമായി കമ്പയർ ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് frustum of a cone, it is pi rl into r1 plus r2. Total surface area pi rl into r1 plus r2 plus pi r1 square plus pi r2 square. Next is volume of a right circular cone. It is 1/3 pi r square h. Area of an equilateral triangle. Video already discussed ചെയ്താണ്. √3a square divided by 4. A figure enclosed by 7 straight lines are called. 7 straight lines ആണ്. So it is heptagon. Hexagon എന്ന് പറഞ്ഞാൽ 6 ആണ്. Octagon it is 8. Decagon means 10. Next question. A curve generated by a point on the circumference of a cylinder as the cylinder rolls along a straight line. നമ്മൾ നേരത്തെ കണ്ടത് സ്ട്രെയിറ്റ് ലൈൻ എബൌട്ട് ആയിട്ടൊരു സർക്കിൾ റോൾ ചെയ്യുന്നതാണ്. സെയിം കണ്ടീഷൻ തന്നെയാണ് ഒരു സിലിണ്ടർ റോൾ ചെയ്യുമ്പോഴും നമ്മൾ കാണുന്നത്. എന്താണ്? ഒരു സർക്കിളാണ് കാണുന്നത്. സോ ദ ആൻസർ ഈസ് സൈക്ലോയിഡ്. സൈക്ലോയിഡ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ റോൾ ചെയ്യുമ്പോൾ സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ട്രേസ് ചെയ്യുന്ന പാത്തിനെ പറയുന്ന പേരാണ് സൈക്ലോയിഡ്. എപ്പി സൈക്ലോയിഡ് എന്ന് പറയുന്നത് ഒരു റോളിംഗ് സർക്കിൾ വേറെ ഒരു സർക്കിളിൻ്റെ മേളിലൂടെ റോൾ ചെയ്യുമ്പോൾ റോളിംഗ് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ട്രേസ് ചെയ്യുന്ന പാത്തിനെ പറയുന്ന പേര്. ഹൈപ്പോസൈക്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ റോളിംഗ് സർക്കിൾ വേറൊരു ലാർജ് സർക്കിളിൻ്റെ അകത്തൂടെ ആയിരിക്കും റോൾ ചെയ്യുന്നത്. A solid contained by plane surface is called as polyhedron. Plane surface കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു സോളിഡ്സിനെ പറയുന്ന പേര് polyhedron. The area enclosed by the circumference and 2 radii is. ഇത് നമ്മുടെ സർക്കിൾ ആണെങ്കിൽ സർക്കംഫറൻസ് 2 റേഡിയയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയയെ പറയുന്ന പേര് സെക്ടർ. നെക്സ്റ്റ് പോളിഹെഡ്ര ഹാവിങ് 6 ഈക്വൽ ഫേസസ്. 6 ഈക്വൽ ഫേസസ് ആണ്. 6 ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് ഹെക്സ
ഡെക്കാഹെഡ്രൻ. വേറൊരു ടൈപ്പ് ഓഫ് പോളിഹെഡ്രൻ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഐക്കൂസാഹെഡ്രൻ. ദാറ്റ് ഈസ് 20 ട്രയാങ്കിൾ ഫേസസ് ഫോം ചെയ്യുന്നതാണ് ഐക്കൂസാഹെഡ്രൻ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടെട്രാഹെഡ്രൻ. ടെട്രാഹെഡ്രനകത്ത് ടെട്രയാണ്, സോ 4 ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ഫോം ചെയ്യുന്നത്. ഒക്ടാഹെഡ്രനിൽ വരുന്നത് 8 ഈക്വൽ ട്രയാങ്കിൾ ഫേസസ്. ഹെക്സാഹെഡ്രനിൽ ക്യൂബാണ്. ഹെക്സാഹെഡ്രൻ എന്ന് പറയുന്നത് ക്യൂബാണ്. അതായത് 6 ഈക്വൽ സ്ക്വയർ ഫേസസ്. ഐക്കൂസാഹെഡ്രൻ ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 20 ഈക്വൽ ട്രയാങ്കിൾ ഫേസസ്. ഡുവോഡെക്കാഹെഡ്രൻ ആണ് കൊടുത്തത്. അതിനകത്ത് ഡുവോഡെക്കാഹെഡ്രനിൽ ഫോം ചെയ്യുന്നത് ഈക്വൽ പെൻഡഗൺസ് ആയിരിക്കും. 12 ഈക്വൽ പെൻഡഗൺസ് കൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഡുവോഡെക്കാഹെഡ്രൻ. എ സോളിഡ് ഹാവിംഗ് 12 ഈക്വൽ ആൻഡ് റെഗുലർ പെൻഡഗൺ ഈസ് കോൾഡ്. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡുവോഡെക്കാഹെഡ്രൻ. ഡാഷ് പ്രിന്റ്സ് കനോട്ട് ബി ടേക്കൻ ഡയറക്ട്ലി ഫ്രം എ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങിൽ നിന്നും ഡയറക്ട്ലി എടുക്കാൻ പറ്റാത്ത പ്രിന്റ്. ബ്ലൂ പ്രിന്റ്, ട്രേസിംഗ് പേപ്പർ, ട്രേസിംഗ് ക്ലോത്ത്, ഡ്രോയിങ് ഷീറ്റ്, ബ്ലൂ പ്രിന്റ്. നെക്സ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല ഈ സബ്ജക്റ്റിൻ്റെ വീഡിയോ, ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. Geometric method of projection obtained by the plane of projection when the projectors are parallel to each other and perpendicular to the plane of projection. Answer is orthographic projection. Orthographic projection ആണ് projectors are parallel to each other and plane of projection perpendicular ആയിട്ട് വരുന്നത്. ഇതാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻസ്. നമ്മുടെ പ്രൊജക്ടേഴ്സ് എല്ലാം പാരലലും ആയിരിക്കും, അതുപോലെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും വരുന്നത്. അതിന് പറയുന്ന പേരാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഓഫ് ലൈൻ, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, അതെല്ലാം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ദ റേസ് ആർ അസ്യൂംഡ് ടു ബി ഡൈവേർജൻറ്റ് ഫ്രം എ സ്റ്റേഷൻ, no convergent from the station point, parallel, none of this. Answer is parallel. 3-point perspective view is used to draw the pictorial view of tall buildings ആണ് ആൻസർ. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നുള്ളത് നമ്മൾ പ്രൊജക്ഷൻ്റെ വീഡിയോയിൽ കാണുന്നതായിരിക്കും. The isometric view will be -% larger than the isometric projection. It is 122.5 അല്ലെങ്കിൽ 122 in ചില ടെക്സ്റ്റ് ബുക്സ്. The projection of a sphere in all direction will be, ഏത് ഡയറക്ഷനിൽ നിന്നും നമ്മളൊരു സ്പിയറിനെ പ്രൊജക്റ്റ് ചെയ്താലും നമുക്ക് സർക്കിൾ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ ദ ആൻസർ ഇസ് സർക്കിൾ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ല. ഇത് വേറൊരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷനാണ്. ടൈപ്സ് ഓഫ് പ്രൊജക്ഷനകത്ത് വരുന്നതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അതൊക്കെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു പിക്ചോറിയൽ പ്രൊജക്ഷനാണ്. ഇന്റർസെക്ഷൻ ഓഫ് എ ലൈൻ ആൻഡ് എ സോളിഡ് ഈസ്, ഒരു സോളിഡും ലൈനും തമ്മിലുള്ള ഇന്റർസെക്ഷനെ പറയുന്ന പേര് ലൈനും സോളിഡും ഒരു ലൈൻ അതിനെ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് ഒരു പോയിന്റ് ആയിരിക്കും. സോ പോയിന്റ് ഈസ് ദി ആൻസർ. അപ്പാരന്റ് ഷേപ്പ് ഓഫ് എ സെക്ഷൻ ഈസ് ഡാഷ് ദ ട്രൂ ഷേപ്പ് ഓഫ് എ സെക്ഷൻ. ഒരു സെക്ഷൻ്റെ ട്രൂ ഷേപ്പിനേക്കാളും അപ്പാരന്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മോളർ ആയിരിക്കും. The method of drawing isometric projection is axillary method, oblique method, coordinate method. Answer is coordinate method. In isometric drawing, the three mutually perpendicular edges of the cubes are at an angle of 120 degree with each other. In perspective view, the line of intersection of the ground plane with the picture plane is known as, it is called as ground line. In isometric projection, all the horizontal edges are drawn as dash inclined lines to the horizontal. എല്ലാ ഹൊറിസോണ്ടൽ എഡ്ജസും ഹൊറിസോണ്ടലുമായി 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്തായിരിക്കും വരയ്ക്കുന്നത്. സോ ആൻസർ ഇസ് 30 ഡിഗ്രി. Isometric projection of a circle is, circle into isometric projection, it is an ellipse. The view drawn to show the internal detail of a section is isometric view അല്ല, pictorial view ആണ് isometric view, sectional view, internal view, oblique view. Sectional view ആണ് നമ്മൾ internal details of an object കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. A solid has 4 equal faces, each in equilateral triangle. നമ്മൾ നേരത്തെ കണ്ടതാണ്, it is tetrahedron. If straight lines are drawn from the various points on a contour of an object to meet a plane, the object is said to be projected on that plane.
The ratio of the isometric length to the true length is approximately. എപ്പോഴും isometric length എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.82 അല്ലെങ്കിൽ 0.815 ഓഫ് ദ ട്രൂ ലെങ്ത്. ഐസോമെട്രിക് ലെങ്ത് 0.812 ഓഫ് ദി ട്രൂ ലെങ്ത് ആണ്. Oblique perspective is used to present. Answer is huge and tall buildings. Next, drawing instruments in the questions നോക്കാം. Instrument used for dividing the line to equal parts and transferring the dimensions is dividers, scale set, set square, protractors. നമുക്കറിയാം ഡിവൈഡർ ആണ് ഈക്വൽ ലൈൻസിനെ ഈക്വൽ ലൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സ്കെയിൽ സെറ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയർ സ്കെയിൽ സെറ്റ് 8 സ്കെയിലുള്ളതുകൊണ്ട് 12 സ്കെയിലുള്ളതുകൊണ്ട് ഒരു ഡ്രോയിങ്ങിനെ തന്നെ ഡിഫറെൻറ്റ് ഫിക്സഡ് സ്കെയിൽസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്കെയിൽ സെറ്റ് യൂസ് ചെയ്യാം. സെറ്റ് സ്ക്വയർസ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് സെറ്റ് സ്ക്വയറിൻ്റെ അവരുടെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് പാരലൽ ലൈൻസോ ഇൻക്ലൈൻഡ് ലൈൻസോ വെർട്ടിക്കൽ ലൈൻസോ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആംഗിൾസ് ലൈക്ക് 45 ഡിഗ്രി 30 ഡിഗ്രി 15 ഡിഗ്രി അങ്ങനെയുള്ള ആംഗിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യും. പ്രൊട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് ആംഗിൾസിനെ സെറ്റ് ചെയ്യാനും ആംഗിൾസിനെ മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ബൈ ദ കോമ്പിനേഷൻ ഓഫ് സെറ്റ് സ്ക്വയർ വി ക്യാൻ ക്രിയേറ്റ് 90 degree, 60 degree, 45 degree, 30 degree, 90 degree, multiples of 15 degree. Any one of the above ആണ് ആൻസർ. Recommended size of a folded drawing sheet. നമ്മൾ ഏതൊരു ഡ്രോയിങ് ഷീറ്റ് A3 സൈസാണ് വരയ്ക്കുന്നതെങ്കിലും A5 സൈസുള്ള ഡ്രോയിങ് ആണ് വരയ്ക്കുന്നതെങ്കിലും നമ്മൾ അതിനെ ഫോൾഡ് ചെയ്തിട്ട് A4 സൈസിലേക്ക് മാറ്റണം. കോണിക്കൽ എഡ്ജ് പെൻസിൽ ഈസ് യൂസ്ഡ് ഫോർ. കോണിക്കൽ എഡ്ജ് പെൻസിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോണിക്കൽ എഡ്ജ് ഉണ്ട്, ബിവൽഡ് എഡ്ജ് അല്ലെങ്കിൽ ചിസൽ എഡ്ജ് ഉണ്ട്. ബിവൽഡ് എഡ്ജ് ഉണ്ട്, ചിസൽ എഡ്ജ് അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്ഡ് എഡ്ജസ് ഉണ്ട്. കോണിക്കൽ എഡ്ജസ് എന്ന് പറയുന്നത് ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്, ലെറ്ററിങ്, ഡയമെൻഷനിങ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് കോണിക്കൽ. വെഡ്ജ് അല്ലെങ്കിൽ ചിസൽ ഷേപ്ഡ് യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബിവൽഡ് യൂസ് ചെയ്യുന്നത് കോമ്പസിൽ സർക്കിൾസ് ഡ്രോ ചെയ്യാനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോണിക്കൽ എഡ്ജസ് ഉള്ള പെൻസിൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ ലെറ്ററിങ് പർപ്പസ്. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡഡ് ടു യൂസ് ചിസൽ എഡ്ജ്ഡ് പെൻസിൽ. നെക്സ്റ്റ് വൺ, ടി സ്ക്വയർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഡാഷ് ലൈൻസ്. ടി സ്ക്വയർ നമുക്കറിയാം എപ്പോഴും ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻക്ലൈൻഡ് അല്ല, പാരലൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആൻസർ ആവാം. കർവ്ഡ് അല്ല, കണ്ടിന്യൂസ് അല്ല. സോ ദ ആൻസർ ഇസ് പാരലൽ ഹൊറിസോണ്ടൽ ലൈൻസ്. The scale of chord is used to measure or set out. Scale of chord ആംഗിൾസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദ സൈസ് ഓഫ് ആൻ A0 ട്രിംഡ് ഷീറ്റ് ബൈ IS കോഡ് 10711/1983. A0 സൈസ് ഷീറ്റിൻ്റെത് 1189/841 ആണ്. ട്രിംഡ് സൈസ് ഓഫ് ദി A1 ഡ്രോയിങ് ഷീറ്റ്. A1 ഡ്രോയിങ് ഷീറ്റിൻ്റെ ട്രിംഡ് സൈസ് എത്രയാണ്? ഇറ്റ് ഈസ് 594/841. സെറ്റ് സ്ക്വയർ ഈസ് യൂസ്ഡ് ഫോർ. സെറ്റ് സ്ക്വയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓൾറെഡി പറഞ്ഞാണ്. വെർട്ടിക്കൽ ലൈൻസ്, ഇൻക്ലൈൻ ലൈൻസ്, പാരലൽ ലൈൻസ് എല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. സോ ഓൾ ഓഫ് ദ എബവ് ഈസ് ദി ആൻസർ. ദ ലീഡ് ഓഫ് എ ഡ്രോയിങ് പെൻസിൽ ഈസ് ഷാർപ്പൻഡ് ടു ചിസൽ എൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ലൈൻസ്, ലെറ്ററിങ്, ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്, ഓൾ ഓഫ് ദിസ്. ആൻസർ ഇസ് ഡ്രോയിങ് ലൈൻസ്. ഇനി ഡിഫറെൻറ്റ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻസും ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുന്ന ഡിഫറെൻറ്റ് IS കോഡാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കുറച്ച് 1-2 എണ്ണം ഈ ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചതാണ്. ഫസ്റ്റ് IS കോഡ് 10711/1983. ഡ്രോയിങ് ഷീറ്റ്സിനെ സ്പെസിഫൈ ചെയ്യുന്നത്, അതായത് ഡിഫറെൻറ്റ് ട്രിംഡ് സൈസസ് ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ കോഡിലാണ്. IS 10714/1983 ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ്. IS 10718/1983 അതിലാണ് ഡയമെൻഷനിങ്ങിനെ പറ്റി സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. IS 9609/1983 സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ്. IS 1491/1959 പ്ലെയിൻ സ്കെയിൽ. ആക്ച്വലി IS 9609/1983 എന്ന് പറഞ്ഞ ലെറ്ററിംഗ് ഫോർ ടെക്നിക്കൽ ഡ്രോയിങ്ങിനുള്ള കോഡാണ്. അതിനകത്താണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. IS 1562/1962 ഡയഗണൽ സ്കെയിലിൻ്റെ കോഡാണ്. IS 1444/1979 ഡ്രോയിങ് ബോർഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൈസ് ഓഫ് ഡ്രോയിങ് ബോർഡ്സ് ഒക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കോഡാണ്. A2 സൈസ് ഷീറ്റിൻ്റെ ഡയമെൻഷൻ ഇറ്റ് ഈസ് 594/420. The area of a A0 size drawing sheet is, it is 1 meter square.
ഡിഫറെൻറ്റ് ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസസ് ആണ് തന്നിരിക്കുന്നത്. A0 ആണെങ്കിൽ ഇറ്റ് ഇസ് 841/1189, A1 ആണെങ്കിൽ 594/841, A2 ആണെങ്കിൽ 420/594. കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് A2 ആൻഡ് A0 ആണ്. A3യുടെ സൈസ് 297/420 mm ആണ്. A4 ഇറ്റ് ഇസ് 210/297, A5 it is 148/210. Next question, standard size of the drawing sheet recommended by Bureau of Indian Standards: 210/297, 297/420, 420/594. നമ്മൾ ഓൾറെഡി കണ്ടതാണ് 420/594 എന്ന് പറയുന്നത്. A2 ഷീറ്റ് ആണ്. It is A3 and the last one is A4 sheet. So the answer is all of this. Traditional drawing boards is made up of jack, teak, pine, rose. Traditional drawing sheet ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പൈന്, ഫിർ, ഓക്ക്, ലിനോഡിനം എന്നുള്ള വുഡ്സ് ആണ്. സോ ഇവിടുത്തെ ആൻസർ പൈൻ. IS code for trimmed drawing sheet. Trimmed drawing ഷീറ്റിനുള്ള IS code it is 10711/2002. ബാക്കി കൊടുത്തിരിക്കുന്നത് IS 456 നമുക്കറിയാം, കോൺക്രീറ്റിൻ്റെ കോഡാണ്. IS 816 എന്ന് പറയുന്നത് മെറ്റൽ ആർക്ക് വെൽഡിങ്, IS 692 എന്ന് പറയുന്നത് പേപ്പർ ഇൻസുലേറ്റഡ് ലെഡ് ഷീറ്റഡ് കേബിൾസിനുള്ള കോഡ്. ദി ഏരിയ ഓഫ് ദി ട്രിംഡ് A2 സൈസ് ഡ്രോയിങ് ഷീറ്റ് ഇസ് A2 സൈസ് ആണ്. സോ A1ന് നമ്മൾ കണ്ടു ഇറ്റ് ഇസ് 1 മീറ്റർ സ്ക്വയർ, A0ക്ക് 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ A1ന് അതിൻ്റെ ഹാഫ്, അതായത് 0.5 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ A2 ഇറ്റ് ഇസ് 0.25 മീറ്റർ സ്ക്വയർ. The grade of the pencil used for the construction line, dimensions line, center line and section line is. Different grades of pencil ഉണ്ട്. അതിനകത്ത് H പെൻസിൽ ആണെങ്കിൽ ഔട്ട്ലൈൻ, വിസിബിൾ ലൈൻസ്, ഫിനിഷിംഗ്, ഡയമെൻഷനിങ്, ലെറ്ററിംഗ്, ആരോസ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നു. 2H ആണെങ്കിൽ കൺസ്ട്രക്ഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ, സെൻറ്റർ ലൈൻ, സെക്ഷൻ ലൈനിന് വേണ്ടി യൂസ് ചെയ്യുന്നു. HB ആണെങ്കിൽ സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സോ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് 2H. 2H ആണ് കൺസ്ട്രക്ഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ, സെൻറ്റർ ലൈൻ, സെക്ഷൻ ലൈൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദ ടൂൾ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഇറഗുലർ കർവ്സ്. T സ്ക്വയർ അല്ല, പാരലൽ ലൈൻസ് വരെയാണ് പെൻസിൽ. ഡിവൈഡർ എന്ന് പറയുന്നത് ഈ ലൈൻസിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. സോ ദ ആൻസർ ഇസ് ഫ്രഞ്ച് കർവ്. ഫ്രഞ്ച് കർവാണ് ഇറഗുലർ ആയിട്ടുള്ള കർവ്സിനെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡാഷ് പെൻസിൽ ഈസ് യൂസ്ഡ് ഫോർ ദ ലെറ്ററിങ് ആൻഡ് ഡയമെൻഷനിങ്. ലെറ്ററിങ് ആൻഡ് ഡയമെൻഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടത് ഇറ്റ് വാസ് H പെൻസിൽ. H പെൻസിലാണ് സെക്ടറിങ് ആൻഡ് ഡയമെൻഷനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ HB, 2H, 3H, 2B മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി H പെൻസിൽ പോലെ ബ്രൈറ്റ് ആയിട്ടുള്ളത് HB പെൻസിലാണ്. സോ ഇവിടെ HB പെൻസിൽ മാർക്ക് ചെയ്യാം. ലെറ്ററിങ് ആൻഡ് ഡയമെൻഷന് വേണ്ടി HB പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. The special publication of BIS for engineering drawing practice for students ഏതാണ്? SP46 ആണ്, SP34, SP16, SP24. It is SP46. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഫോർ ദ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് BISന്റെ സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് SP46. SP34 എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസിനുള്ള ഹാൻഡ് ബുക്കാണ്. SP16 നമ്മൾ RCCയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ SP24 എന്ന് പറയുന്നത് കോൺക്രീറ്റ് മിക്സസിന് വേണ്ടിയിട്ടുള്ള ഹാൻഡ് ബുക്കാണ്. സൈസ് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ് ഇസ്. നമുക്കറിയാം ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് √2:1 ആണ്. സോ ഫ്രം ദ ഓപ്ഷൻ 1:√2. T square with working edge of length 1000 ± 10 mm is designated as. The option is T1. T0 എന്ന് പറയുന്നത് 1500 ± 10 mm ആണ്. So it is T1. 1000 ± 10 mm ആണെങ്കിൽ it is T1. What is the length to width ratio of an A2 drawing sheet? ഏതൊരു ഡ്രോയിങ് ഷീറ്റ് ആണെങ്കിലും it is √2:1 ആണ്. So the option is D. സ്റ്റാൻഡേർഡ് ഡ്രോയിങ് ബോർഡ്സിൻ്റെ സ്റ്റാൻഡേർഡ് T സ്ക്വയറിൻ്റെ സൈസസ് ആണ് തന്നിരിക്കുന്നത്. T0 ആണെങ്കിൽ ഇറ്റ് ഈസ് 1500 ± 10 mm. T1 ആണെങ്കിൽ 1000 ± 10 mm. T2 ആണെങ്കിൽ 700 ± 10 mm. T3 ആണെങ്കിൽ ഇറ്റ് ഈസ് 500 ± 10 mm. നെക്സ്റ്റ്